മാവ് കോരി ഒഴിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇലയടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മൾ കുഴച്ചെടുത്ത് പരത്തുന്നത് പോലെയൊന്നും അല്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് ശർക്കരപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അതേ കപ്പിൽ 1 കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഏത് കപ്പിനാണോ അളന്നത് ആ കപ്പിന് തന്നെ 1 കപ്പ് തേങ്ങ, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഏലക്കാപ്പൊടിയും തേങ്ങയും ശർക്കരയും എല്ലാം ഒരുപോലെ എത്തുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് നമുക്ക് 1.5 കപ്പ് അരിപ്പൊടി ആട്ടോ, വറുത്ത അരിപ്പൊടി തന്നെയാണ്, ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് 1.25 കപ്പ് ചൂടുവെള്ളം, തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.25 കപ്പാണ് വേണ്ടത്. അത് കുറച്ചായി ഒഴിച്ചിട്ട് ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലേക്ക്, അത്രയും ലൂസ് ഇല്ലെങ്കിലും ആ ഒരു പരുവത്തിലേക്ക് കലക്കിയെടുക്കാം. നമുക്ക് കുറച്ചായി വെള്ളം ഒഴിച്ച് കലക്കിയാൽ മതി, അല്ലെങ്കിൽ കട്ട കിട്ടും. കട്ടയൊന്നും ഇല്ലാതെ കലക്കണം. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം. എന്നിട്ട് അത് 1 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം നമുക്ക്. കലക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്, മാവിന് വേണ്ടത്. ഞാൻ കുറച്ച് വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്, കഴുകിയിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഒരു വാഴയില വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കലക്കി വെച്ച 2 ടേബിൾ സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ദോശയൊക്കെ പരത്തില്ലേ, അതുപോലെ പരത്തിയെടുക്കാം നമുക്ക്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ഫില്ലിങ്ങിന് തയ്യാറാക്കി വെച്ചില്ലേ, തേങ്ങയും ശർക്കരപ്പൊടിൻ്റെയും കൂട്ട്, അതിനെ മേലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇലയട മടക്കുന്നത് പോലെ തന്നെ മടക്കി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് പ്രസ് ചെയ്യണ്ട, കാരണം മാവ് വെളിയിലേക്ക് പോവും. അതുപോലെ തന്നെ നമുക്ക് എല്ലാം ആക്കിയെടുക്കാം. ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി. 2 ടേബിൾ സ്പൂൺ മാവ് അതിങ്ങനെ ദോശ പരത്തുന്നത് പോലെ പരത്തിയിട്ട് ഫില്ലിങ്സ് വെച്ചിട്ട് മടക്കി കൊടുക്കാം. ഇത് നമ്മൾ എല്ലാം ആക്കി വെക്കുന്നില്ല കേട്ടോ. ഒരു 5 or 6 ഒക്കെ ആക്കിയിട്ട് നമുക്ക് ആവി കയറ്റി എടുക്കാം. ഇപ്പം ഞാൻ ഒരു 5 എണ്ണം ആക്കി എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പ് അടുപ്പിൽ വെച്ചിട്ട് തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, വെള്ളം തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഇതെല്ലാം ഇറക്കി വെക്കാം. ഒരുമിച്ച് വെച്ച് കൊടുത്താൽ കുറേ എണ്ണം ഒരുമിച്ച് വെച്ച് കൊടുത്താൽ ഇതിൽ അമർന്നിട്ട് ഈ മാവെല്ലാം വെളിയിൽ പോവും. അതുകൊണ്ടാണ് ഒരു 5 or 6 വെച്ചാൽ മതി എന്ന് പറയുന്നത്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. എല്ലാം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇലയിലൊന്നും ഒട്ടിയിട്ടില്ല. നല്ല ഇതള പോലെ ഉണ്ട് കേട്ടോ ഇലയുടെ, കാരണം അത്രയും തിന്നായിട്ട് നൈസായിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നമുക്ക് എടുത്ത് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാവുകയെന്ന്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. നമുക്ക് കട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.